പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. ഇന്ന് കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള പ്രക്ഷോഭങ്ങൾ, പോരാട്ടങ്ങൾ, സമരങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള പ്രക്ഷോഭങ്ങൾ, പോരാട്ടങ്ങൾ, സമരങ്ങൾ. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. 18ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങളിലും 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലും നിരവധി ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും സാക്ഷ്യം വഹിച്ചു. ഈ പ്രക്ഷോഭങ്ങളാണ് പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് അടിത്തറ പാകിയത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നു. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697 ആണ്. നോക്കാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അഞ്ചുതെങ്ങിൽ ഒരു ഫാക്ടറി പണിയാൻ 1684 അനുമതി കൊടുത്തത് ആറ്റിങ്ങൽ റാണിയാണ്. 1684 ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 1600 വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഫാക്ടറി പണിയാൻ അഞ്ചുതെങ്ങിൽ അനുമതി കൊടുത്തത് ആറ്റിങ്ങലിലെ റാണിയായിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാര് ഒരു 6 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു? ഒരു കോട്ട നിർമ്മിക്കാൻ 1690 റാണിയിൽ നിന്നും അനുമതി വാങ്ങിച്ചു. 1684 ഫാക്ടറി പണിയാൻ അനുമതി കൊടുത്തു. 1690 ഒരു കോട്ട നിർമ്മിക്കാൻ, അഞ്ചുതെങ്ങിൽ ഒരു കോട്ട നിർമ്മിക്കാൻ അനുമതി വാങ്ങി. 1695 ആയപ്പോൾ 1690 തുടങ്ങിയ പണി 1695 ആയപ്പോഴത്തേന് കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായി. 1695 ആയപ്പോൾ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായി. അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ ആയുധ ശേഖരം സൂക്ഷിക്കാൻ ഒരു ഡിപ്പോയും അവർ അഞ്ചുതെങ്ങിൽ ആരംഭിച്ചു. ഓക്കെ അല്ലേ? അങ്ങനെ പതുക്കെ കച്ചവടം പതുക്കെ എന്തിലോട്ട് കടന്നു? അധിനിവേശത്തിലോട്ട് കടന്നു. നമ്മളെ ഭരിക്കാൻ വേണ്ടി അവർ തുടങ്ങി. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? മുംബൈ കഴിഞ്ഞാൽ ഒരു പ്രധാന ബ്രിട്ടീഷ് കേന്ദ്രമായിട്ട് ഏത് മാറി? അഞ്ചുതെങ്ങ് മാറി എന്ന് പറഞ്ഞു. അപ്പം നാട്ടുകാരെ ഭരിക്കാൻ വേണ്ടിയൊക്കെ ചെന്നപ്പോഴത്തേനും നാട്ടുകാർ എന്ത് ചെയ്തു? ഇതിനെതിരെ നാട്ടുകാർ ഇതിനെതിരെ കടുത്ത എതിർപ്പ് ഉണ്ടായി. അങ്ങനെ ഈ ബ്രിട്ടീഷുകാരുടെ കോട്ട, ഏത് കോട്ടയായിരുന്നു? 1695 നിർമ്മിച്ച കോട്ടയും പിന്നെ 1697 ഫാക്ടറിയും എന്ത് ചെയ്തു? നമ്മുടെ നാട്ടുകാര് ആക്രമിക്കുകയാണ് ചെയ്തത്. ആ ഒരു കലാപത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് വിളിക്കുന്നു. 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. പക്ഷേ ഈ കലാപം അത്ര തീവ്രമല്ലാതിരുന്നതിനാൽ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ അത് അടിച്ചമർത്തുകയാണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം അഞ്ചുതെങ്ങ് കലാപം നമ്മൾ 1695 നമ്മൾ പഠിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കലാപമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നു. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. അതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്, മിക്ക PSC എക്സാമുകൾക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമായിരുന്നു ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ വെച്ച് തന്നെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമായിരുന്നു ഏത്? ആറ്റിങ്ങൽ കലാപം. വർഷം 1721. ഓക്കെ അല്ലേ? ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആദിത്യവർമ്മയായിരുന്നു. ആരാണ്? ആദിത്യവർമ്മയായിരുന്നു ആറ്റിങ്ങൽ കലാപ സമയത്ത് വേണാട് ഭരിച്ചിരുന്നത്. ആരാണ്? ആദിത്യവർമ്മ. ക്ലിയർ അല്ലേ? തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്ത് അഞ്ചുതെങ്ങിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് കച്ചവടക്കാർ ആറ്റിങ്ങൽ റാണിക്കുള്ള സമ്മാനവുമായി പോകവെ 1721 ഏപ്രിൽ 15 നാട്ടുകാർ അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് അറിയപ്പെടുന്നത്. നമുക്കറിയാം, അഞ്ചുതെങ്ങിലെ റാണിയാണ് ബ്രിട്ടീഷുകാർക്ക് കോട്ട പണിയാനൊക്കെ അനുമതി കൊടുത്തത് അല്ലെ? അന്നപ്പം ബ്രിട്ടീഷുകാര് ആറ്റിങ്ങൽ റാണിക്കുള്ള സമ്മാനവുമായിട്ട് പോവുകയായിരുന്നു. എന്ന് 1721 ഏപ്രിൽ 15 അങ്ങനെ പോയ ബ്രിട്ടീഷുകാരെ നാട്ടുകാര് സംഘടിതമായിട്ട് കൂടി ആക്രമിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവിടെ ഉണ്ടായ ആ ഒരു കലാപത്തിന് നമ്മൾ പറയുന്ന പേരാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നു. ഏതാണ്? ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നു. ഈ ഏറ്റുമുട്ടലില് 140 ഇംഗ്ലീഷ് കച്ചവടക്കാരും 140 ഇംഗ്ലീഷ് കച്ചവടക്കാരും അവരുടെ നേതാവ് ഗിഫോർഡും എന്ത് ചെയ്തു? കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ 1721 ഏപ്രിൽ 15 നടന്ന സംഭവമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു? ജനങ്ങൾ അഞ്ചുതെങ്ങ് കോട്ട വളഞ്ഞു.
അഞ്ചുതെങ്ങ് കോട്ട വളയുകയും 6 മാസത്തോളം കോട്ട ഉപരോധിച്ച് നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. ഓക്കെ അല്ലെ? പിന്നീട് തലശ്ശേരിയിൽ നിന്നും എത്തിയ ബ്രിട്ടീഷ് പട്ടാളമാണ് എന്ത് ചെയ്ത് കോട്ട മോചിപ്പിച്ചെടുത്തത് എന്നുള്ളതാണ് ചരിത്രരേഖകൾ നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? കലാപത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ രാജ്ഞി ഉമയമ്മ റാണിയും തമ്മിൽ 1722 ഒരു കരാറുണ്ടാക്കി. എന്താണ്? കലാപത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ രാജ്ഞി ഉമയമ്മ റാണിയും തമ്മിൽ 1722 ഒരു കരാറുണ്ടാക്കി. ഈ കരാറ് പ്രകാരം ആറ്റിങ്ങൽ കലാപത്തിലെ നേതാക്കന്മാരെ ശിക്ഷിക്കാമെന്നും ബ്രിട്ടീഷുകാർക്കുണ്ടായ നഷ്ടത്തിന് പരിഹാരം നൽകാമെന്നും വ്യവസ്ഥ ചെയ്തായിരുന്നു ആ ഒരു കരാർ ഉണ്ടാക്കിയത്. 1722 ആ കരാർ ഉണ്ടാക്കിയത്. പിന്നീട് പറയുന്ന കാര്യം എന്താ? കുരുമുളക് കച്ചവടത്തിന്റെ കുത്തകയും ഇഷ്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം വ്യാപാരശാലകൾ സ്ഥാപിക്കാനുള്ള അവകാശം ഈ കരാറിലൂടെ ആർക്ക് ലഭിച്ചു? ഇംഗ്ലീഷുകാർക്ക് ലഭിച്ചു. എന്താണ്? കുരുമുളകിന്റെ കച്ചവടം, അതിന് മൊത്തം കുത്തക എന്ന് പറയുന്നത് കുത്തകയും പിന്നെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം ബ്രിട്ടീഷുകാർക്ക് എന്തിനാണ്? വ്യാപാരശാലകൾ സ്ഥാപിക്കാനുമുള്ള അവകാശം 1722 കരാറിലൂടെ ആര് തമ്മിലുള്ളതാണ്? ബ്രിട്ടീഷുകാരും ആറ്റിങ്ങലിലെ രാജ്ഞിയായിരുന്ന ഉമയമ്മ റാണിയും തമ്മിൽ ഉണ്ടാക്കിയ കരാർ വഴി ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയാണ് ചെയ്തത്. ഓക്കെ അല്ലെ? ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും വേണാട് ഉടമ്പടി എന്ന് പറയും. ഏതാണ്? ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഏതുടമ്പടി? വേണാട് ഉടമ്പടി എന്ന് പറയുന്നു. വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ ഓം ആണ്. ആരാണ്? വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാണ്? അലക്സാണ്ടർ ഓം ആണ്. ആരാണ്? അലക്സാണ്ടർ ഓം ആണ്. ക്ലിയർ അല്ലേ? അപ്പം 1697 നടന്ന അഞ്ചുതെങ്ങ് കലാപത്തെക്കുറിച്ചും 1721 ഏപ്രിൽ 15 നടന്ന ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അടുത്തത് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1793 മുതൽ 1797 വരെയുള്ള 4 വർഷ കാലഘട്ടം. മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 പഴശ്ശി കലാപങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന് 1793 മുതൽ 97 വരെയും, രണ്ടാമത്തത് 1800 മുതൽ 1805 വരെയും വരെയുള്ള കാലഘട്ടമായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഒന്നാം പഴശ്ശി കലാപത്തെ കുറിച്ച് നോക്കാം. ഒന്നാം പഴശ്ശി കലാപത്തെ കുറിച്ച് പറയുന്നു. വടക്കേ മലബാറിലെ കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. കാലഘട്ടം എന്ന് പറയുന്നത് 1753 മുതൽ 1805 വരെയുള്ള കാലഘട്ടം. 1805 രണ്ടാം പഴശ്ശി കലാപത്തിലാണ് പഴശ്ശി വീരമൃത്യു വരിക്കുന്നത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പറയുന്നത്. ഓക്കെ അല്ലെ? കോട്ടയം രാജാക്കന്മാരുടെ പരദേവത ശ്രീപോർക്കലി ഭഗവതിയാണ് കോട്ടയം രാജാക്കന്മാരുടെ പരദേവത എന്ന് പറയുന്നത്. 1793 1797 ഇടയിൽ നടന്ന ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു. അപ്പം ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് അല്ലെങ്കിൽ ഒന്നാം പഴശ്ശി കലാപത്തിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ തന്നെയാണ്. ആ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത്. എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു. ഓക്കെ അല്ലേ? കോട്ടയത്തെ നികുതി പിരിവിനുള്ള അധികാരം പഴശ്ശിരാജയുടെ അമ്മാവനായ കുറുമ്പ്രനാട് രാജാവിന് ആര് നൽകി? ബ്രിട്ടീഷുകാർ നൽകി. എന്താണ്? കോട്ടയത്തെ നികുതി പിരിവിനുള്ള അധികാരം പഴശ്ശിരാജയുടെ അമ്മാവനായ കുറുമ്പ്രനാട് രാജാവിന് ബ്രിട്ടീഷുകാർ നൽകി. നികുതി പിരിവിനെ എതിർത്ത പഴശ്ശിരാജ ബ്രിട്ടീഷുകാരെ ധിക്കരിച്ചുകൊണ്ട് സ്വന്തം നാട്ടിൽ എന്ത് ചെയ്തു? ഭരണം നടത്തി. നികുതി പിരിവിനെ ആരെതിർത്തു? പഴശ്ശിരാജ എതിർക്കുകയായിരുന്നു. അപ്പം ബ്രിട്ടീഷുകാരെ ധിക്കരിച്ചുകൊണ്ട് നാട്ടിൽ ആര് ഭരണം നടത്തി? പഴശ്ശിരാജ ഭരണം നടത്തി. ഓക്കെ അല്ലെ? ബ്രിട്ടീഷ് സൈന്യം പഴശ്ശിയുടെ കൊട്ടാരം ആക്രമിച്ചപ്പോൾ അദ്ദേഹം വയനാടൻ മലകളിലേക്ക് പിൻവാങ്ങുകയും കുറിച്യരുടെയും മറ്റ് ഗോത്ര വിഭാഗങ്ങളുടെയും സഹായത്തോടെ ഗറില്ല യുദ്ധമുറകളിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും ചെയ്തു. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? 1797 ചിറക്കൽ രാജാവിന്റെ മധ്യസ്ഥതയിൽ ഇരു കൂട്ടരും സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ച കലാപം അവസാനിപ്പിച്ചു. എന്താണ്? 1797 ഒന്നാം പഴശ്ശി കലാപം ഒരു സമാധാന ഉടമ്പടിയോടുകൂടി അവസാനിപ്പിക്കുന്നത്. ആരുടെ മധ്യസ്ഥതയിലാണെന്ന് ചോദിച്ചാൽ ആരാണ്? ചിറക്കൽ രാജാവിന്റെ മധ്യസ്ഥതയിലാണ് ഒന്നാം പഴശ്ശി കലാപം എന്ത് ചെയ്യുന്നത്? അവസാനിപ്പിക്കുന്നത്. ഓക്കെ അല്ലെ? അതിൽ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്
പുരളീശമൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണ്? പഴശ്ശിരാജയാണ്. പുരളീശമൻ എന്ന പേരിൽ അറിയപ്പെട്ടത് പഴശ്ശിരാജയാണ്. പുരളീശമൻ എന്ന പേരിൽ അറിയപ്പെട്ടത് പഴശ്ശിരാജയാണ്. പുരളിമലയായിരുന്നു, വയനാട്ടിലെ പുരളിമലയായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധത്തിൽ പഴശ്ശിരാജയുടെ കേന്ദ്രം. ഏതാണ്? വയനാട്ടിലെ പുരളിമലയായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധത്തിൽ പഴശ്ശിരാജയുടെ കേന്ദ്രമായിട്ട് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് രണ്ടാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 മുതൽ 1805 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. 1800 മുതൽ 1805 വരെ പഴശ്ശിയുടെ നിയന്ത്രണത്തിലുള്ള വയനാട് കൈവശപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി സമ്പ്രദായമായിരുന്നു എന്നുണ്ടെങ്കിൽ, രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണം പഴശ്ശിയുടെ നിയന്ത്രണത്തിലുള്ള വയനാട് കൈവശപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണമായിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? കണ്ണവത്ത് ശങ്കരൻ നമ്പൂതിരി, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, പുള്ളൂർ ഏമൻ നായർ, കുറിച്യരുടെ നേതാവായ തലക്കൽ ചന്തു എന്നിവരായിരുന്നു സൈന്യത്തിന് നേതൃത്വം നൽകിയത്. കണ്ണവത്ത് ശങ്കരൻ നായർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, പള്ളൂർ ഏമൻ നായർ, പിന്നെ കുറിച്യരുടെ നേതാവായിരുന്ന തലക്കൽ ചന്തു എന്നിവരായിരുന്നു സൈന്യത്തിന് നേതൃത്വം നൽകിയത്. ക്ലിയർ അല്ലേ? പിന്നീട് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? കലാപത്തെ അടിച്ചമർത്തുന്നതിനായി 1800 തന്നെ സർ ആർതർ വെല്ലസ്ലി നിയമിതനായി. അപ്പം കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടി നിയമിതനായത് ആരാണ് എന്ന് ചോദിച്ചാൽ സർ ആർതർ വെല്ലസ്ലിയാണ്. പഴശ്ശി സൈന്യത്തെ നേരിടാനായി ഇദ്ദേഹം 1200 പോലീസുകാരുടെ ഒരു സംഘത്തെ സജ്ജമാക്കി. ആ ഒരു സംഘത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കോൽക്കാർ എന്നാണ് ആ ഒരു സംഘം അറിയപ്പെട്ടിരുന്നത്. എന്താണ്? പഴശ്ശിയുടെ സൈന്യത്തെ നേരിടുന്നതിനായി അദ്ദേഹം 1200 പോലീസുകാരുടെ ഒരു സംഘത്തെ സജ്ജമാക്കി. കോൽക്കാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ അല്ലേ? എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു എന്നിവർ ചേർന്ന പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം 1802 ആണ്. പനമരത്തൊരു കോട്ടയുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ. ആ ഒരു കോട്ട പിടിച്ചെടുത്തത് 1802 ആണ്. ആരൊക്കെ ചേർന്നായിരുന്നു എന്ന് ചോദിച്ചാൽ ആരൊക്കെ ചേർന്നാണ്? എടച്ചേന കുങ്കനും തലക്കൽ ചന്തുവും ചേർന്നായിരുന്നു. എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ 1802 ഓക്കെ അല്ലേ? പിന്നീട് മനസ്സിലാക്കേണ്ട കാര്യം 1804 തോമസ് ഹാർവി ബാബർ തലശ്ശേരിയുടെ സബ് കളക്ടറായി നിയമിതനാവുകയും കമ്പനി സൈന്യത്തിന് നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. 1804 തോമസ് ഹാർവി ബാബർ തലശ്ശേരിയുടെ സബ് കളക്ടറായി നിയമിതനാവുകയും കമ്പനി സൈന്യത്തിന് നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന രൂക്ഷമായ പോരാട്ടങ്ങളുടെ അവസാനം 1805 നവംബർ 30 തീയതി കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. കേരള സിംഹം എന്നറിയപ്പെട്ടത് ആരാണ്? പഴശ്ശിരാജയാണ്. പഴശ്ശിരാജ കൊല്ലപ്പെടുന്നത് 1805 നവംബർ 30 എന്ന് പറയുന്നു. ചില രേഖകളിൽ ജീവത്യാഗം ചെയ്തു എന്നാണ് പറയുന്നത്, ചില രേഖകളിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? ഹൈദരാലിയുടെ മലബാർ ആക്രമണത്തെ ചെറുത്തത് ആരായിരുന്നു? പഴശ്ശിരാജയായിരുന്നു. ഹൈദരാലിയുടെ മലബാർ ആക്രമണത്തെ ചെറുത്തത് ആരായിരുന്നു? പഴശ്ശിരാജാവായിരുന്നു. ഓക്കെ. വയനാട്ടിൽ മൈസൂർ അതിർത്തിക്ക് അടുത്തുള്ള മാവിലത്തോട് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അന്ത്യം. അപ്പം പഴശ്ശിരാജ അന്ത്യവിശ്രമം എവിടെ വെച്ചായിരുന്നു എന്ന് ചോദിച്ചാൽ മാവിലത്തോട്. എവിടെയാണ്? വയനാട് മൈസൂർ അതിർത്തിക്ക് അടുത്തുള്ള മാവിലത്തോട് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു പഴശ്ശിരാജയുടെ അന്ത്യം എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? പിന്നെ അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? പഴശ്ശി കലാപം അവസാനിക്കുന്നത് 1805 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 1805 നവംബർ 30 കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? പഴശ്ശിരാജ എന്ന ചിത്രം ഒരു മൂവിയുണ്ട്, മലയാള സിനിമയാണ്. പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഹരിഹരനാണ്. അതിന്റെ തിരക്കഥ എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ MT വാസുദേവൻ നായരാണ്. അല്ലെ? പിന്നെ പോകുന്നത് എന്താ? പഴശ്ശിരാജയെക്കുറിച്ച് സർദാർ KM പണിക്കർ രചിച്ച പുസ്തകമാണ് ഏത്? കേരള സിംഹം. പഴശ്ശിരാജയെക്കുറിച്ച് സർദാർ KM പണിക്കർ രചിച്ച പുസ്തകമാണ് കേരള സിംഹം എന്ന് പറയുന്ന പുസ്തകം. ഓക്കെ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജ സഹായിച്ചത് ആരായിരുന്നു എന്ന് പറഞ്ഞു? തലക്കൽ ചന്തു ആയിരുന്നു. തലക്കൽ ചന്തുവിന്റെ ഒരു സ്മാരകമുണ്ട്. തലക്കൽ ചന്തുവിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പനമരത്താണ്. അതെവിടെയാണ്? വയനാട്ടിലാണ്. വയനാട്ടിലെ പനമരത്താണ് തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് മഹാകാവ്യം രചിച്ചത് കൈതക്കൽ ജാതവേദനാണ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പാണ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പാണ്. ക്ലിയർ അല്ലേ?
പിന്നെ നമുക്ക് നോക്കാം, പഴശ്ശിയുമായിട്ട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ തന്നിരിക്കുന്നു. ഒന്ന്, പഴശ്ശി സ്മാരകം എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ്. പഴശ്ശി സ്മാരകം വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ്. എന്നാൽ പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹില്ലിലാണ്. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ ഏത് പുഴയിലാണ്? വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്. 3 ജില്ലകളാണ്. പഴശ്ശിയുടെ സ്മാരകം വയനാട് ജില്ലയിലെ മാനന്തവാടിയിലും, പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹില്ലിലും, പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിലുമാണ് എന്നാണ് പറയുന്നത്. മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മള് പഴശ്ശി യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞു, പഴശ്ശി കലാപങ്ങളെ കുറിച്ച് പറഞ്ഞു. അടുത്ത് എങ്ങോട്ട് പോവുകയാണ്? നായർ പട്ടാളം ലഹള. നായർ പട്ടാളം ലഹള നടന്ന വർഷം 1804. 1804 നായർ പട്ടാളം ലഹള നടക്കുന്നത്. 1795 സന്ധി പ്രകാരം തിരുവിതാംകൂർ ബ്രിട്ടീഷുകാർക്ക് സൈനിക ചെലവിന് കൊടുക്കേണ്ട തുക അധികമായി വന്നപ്പോൾ ദിവാനായിരുന്ന വേലുത്തമ്പി ദളവ നായർ പട്ടാളത്തിന്റെ ആനുകൂല്യം കുറച്ചിട്ട് ആ തുക ബ്രിട്ടീഷ് സൈന്യത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു. അല്ലെ? എന്താ, നമ്മുടെ സന്ധിയുടെ കാര്യം പറഞ്ഞായിരുന്നു. ആ ഒരു 1795 സന്ധി പ്രകാരം തിരുവിതാംകൂർ ബ്രിട്ടീഷുകാർക്ക് സൈനിക ചെലവിന് കൊടുക്കേണ്ട തുക അധികമായിട്ട് വന്നു. അങ്ങനെ വന്നപ്പോൾ ആ സമയത്തെ ദിവാനായിരുന്നു, തിരുവിതാംകൂറിലെ ദിവാനായിരുന്നത് ആരായിരുന്നു? വേലുത്തമ്പി ദളവയായിരുന്നു. ആ വേലുത്തമ്പി ദളവ എന്താണ്, അവിടെ ഒരു നായർ പട്ടാളം ബ്രിഗേഡ് ഉണ്ടായിരുന്നു. ആ നായർ പട്ടാളം ബ്രിഗേഡിന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ എന്ത് ചെയ്തു? കുറച്ചിട്ട് ആ തുക ആർക്ക് കൊടുത്തു? ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു. അല്ലെ? അപ്പൊ ആര് സമരം ചെയ്യും? നായർ പട്ടാളം സമരം ചെയ്യും. ഇതിനെതിരെ നായർ പട്ടാളം 1804 നടത്തിയ പ്രക്ഷോഭമാണ് എന്ത് എന്നറിയപ്പെടുന്നത്? നായർ പട്ടാളം ലഹള എന്നറിയപ്പെടുന്നത്. നായർ പട്ടാളം ലഹള എന്നറിയപ്പെടുന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1804 എന്നാണ് 1804 നായർ പട്ടാളം ലഹള നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് പോകുന്നത് 1809 പോകുന്നത്. 1809 വേലുത്തമ്പി കലാപം. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭം നടത്തിയ ആദ്യകാല വ്യക്തികളിൽ ഒരാളായിരുന്നു വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി ദളവ. എന്താണ്? തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭം നടത്തിയ ആദ്യകാല വ്യക്തികളിൽ ഒരാളായിരുന്നു വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി ദളവ. ഓക്കെ അല്ലേ? തിരുവിതാംകൂർ രാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാനായിരുന്നു ആര്? വേലുത്തമ്പി ദളവ. ആരുടെ? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. കാലഘട്ടം 1799 മുതൽ 1809 വരെയുള്ള കാലഘട്ടം. ബ്രിട്ടീഷുകാർക്ക് അടക്കേണ്ടിയിരുന്ന കപ്പം കൃത്യമായി കൊടുക്കാൻ തിരുവിതാംകൂറിന് കഴിഞ്ഞിരുന്നില്ല. ഇത് വേലുത്തമ്പി ദളവയുടെ കഴിവുകേടാണെന്ന് അഭിപ്രായപ്പെട്ട തിരുവിതാംകൂർ റെസിഡന്റ് മെക്കാളെ വേലുത്തമ്പിയെ ദിവാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് അഭിപ്രായപ്പെട്ടു. അതായത് നമ്മുടെ 1795 ഒരു ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് എന്ത് കൊടുത്തോണ്ടിരിക്കണം? കപ്പം കൊടുത്തോണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ബ്രിട്ടീഷുകാർക്ക് കൃത്യമായിട്ട് കപ്പം കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. അത് ആ കപ്പം കൊടുക്കാൻ സാധിക്കാഞ്ഞത് ആ സമയത്തെ ദളവയായിരുന്ന വേലുത്തമ്പി ദളവയുടെ കഴിവുകേടാണെന്ന് ആ സമയത്തെ തിരുവിതാംകൂറിലെ റെസിഡന്റ് ആയിരുന്ന മെക്കാളെ പ്രഭു എന്ത് ചെയ്തു? അഭിപ്രായപ്പെട്ടു. ഓക്കെ. ഇതറിഞ്ഞ വേലുത്തമ്പി ബ്രിട്ടീഷുകാരെ തിരുവിതാംകൂറിൽ നിന്നും തുരത്താനായി ജനങ്ങളെ സംഘടിപ്പിക്കുകയും 1809 ജനുവരി 11 കൊല്ലം ജില്ലയിലെ കുണ്ടറ എന്ന സ്ഥലം അറിയാമല്ലോ, അത് കൊല്ലം ജില്ലയിലാണെന്ന് അറിയാമല്ലോ. അന്നപ്പം കുണ്ടറയിൽ 1809 കുണ്ടറയിൽ വെച്ച് ജനങ്ങളുടെ മനോവീര്യം ഉയർത്താനായി ഒരു പ്രഖ്യാപനം നടത്തി. ഈ ഒരു പ്രഖ്യാപനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കുണ്ടറ വിളംബരം എന്നാണ് വിളിക്കുന്നത്. ഈ കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി 11 അല്ലെ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ. പിന്നീട് തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരാൽ വഞ്ചിക്കപ്പെടുകയായിരുന്നു. ബ്രിട്ടീഷ് ഭരണം രാജ്യത്തിന് അനേകം കഷ്ടനഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ടെന്നും ബ്രിട്ടീഷുകാരെ തിരുവിതാംകൂറിൽ നിന്നും തുരത്തണമെന്നുമുള്ള പ്രഖ്യാപനമാണ് ഏത് പ്രഖ്യാപനം എന്നറിയപ്പെടുന്നത്? കുണ്ടറയിൽ നടന്ന പ്രക്ഷോഭം അല്ലെങ്കിൽ വിളംബരം, അല്ലെങ്കിൽ എന്ത് വിളംബരം എന്നറിയപ്പെടുന്നു? കുണ്ടറ വിളംബരം എന്നറിയപ്പെടുന്നു. ആരാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് എന്ന് ചോദിച്ചാൽ വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവയായിരുന്നു തിരുവിതാംകൂറിൽ ആ കാലത്ത് ദളവയായിട്ടിരുന്നത്. അല്ലെ? അദ്ദേഹത്തിന്റെ കഴിവുകേടിനെ മെക്കാളെ പ്രഭു ചോദ്യം ചെയ്തതിലുള്ള ഇതായിട്ടാണ് വേലുത്തമ്പി ദളവ എന്ത് ചെയ്യുന്നത്? ഒരു കുണ്ടറ വിളംബരം നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇതിനെതിരെ ബ്രിട്ടീഷുകാരും വേലുത്തമ്പിയും തമ്മിൽ ഉണ്ടായ യുദ്ധത്തിനൊടുവിൽ വേലുത്തമ്പി ദളവ 1809 മാർച്ച് 29
പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. പിടികൊടുത്തില്ല, അദ്ദേഹം എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു എന്നാണ് 1809 മാർച്ച് 29 പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പം അദ്ദേഹം കുണ്ട്രവിളംബരം നടത്തിയപ്പോഴത്തേന് അത് ബ്രിട്ടീഷുകാരെ ചൊടിപ്പിച്ചു. ബ്രിട്ടീഷുകാർ വേലുത്തമ്പിയും തമ്മിൽ യുദ്ധം ഉണ്ടായി. അങ്ങനെ 1809 മാർച്ച് 29 വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തു. എവിടെ വെച്ചാണ്? പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ വെച്ച്. എവിടെയാണ്? മണ്ണടിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പിയെ സഹായിച്ച കൊച്ചിയിലെ ദിവാൻ ആരായിരുന്നു ചോദിച്ചാൽ പാലിയത്തച്ഛനാണ്. ആരാണ്? പാലിയത്തച്ഛൻ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പിയെ സഹായിച്ച കൊച്ചിയിലെ ദിവാൻ ആരായിരുന്നു ചോദിച്ചാൽ പാലിയത്തച്ഛനാണ്. ഓക്കെ അല്ലേ? അപ്പം പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ വെച്ചാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ വേലുത്തമ്പി ദളവയുടെ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണ്ണടിയിലാണ്. എവിടെയാണ്? മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവയുടെ എന്ത് സ്ഥിതി ചെയ്യുന്നത്? മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്. ക്ലിയർ അല്ലേ? വേലുത്തമ്പി ദളവയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം. എവിടെയാ? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് വേലുത്തമ്പി ദളവയുടെ പൂർണ്ണമായ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ. ഓക്കെ അല്ലേ? വേലുത്തമ്പി ദളവ സ്മാരക ദേശീയ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദനാണ്. 2016 വേലുത്തമ്പി ദളവ സ്മാരക ദേശീയ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദനായിരുന്നു. എന്നാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ 2016 ലഭിച്ചത്. അടുത്തത് കുറിച്യർ ലഹളയാണ്. കുറിച്യർ ലഹള നടന്ന വർഷം 1812 കുറിച്യർ ലഹള നടന്ന വർഷം 1812 കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ഗോത്രവർഗ കലാപം, പിന്നെ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് 1812 കുറിച്യർ ലഹളയാണ്. എന്താ പറഞ്ഞ? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ഗോത്രവർഗ കലാപവും പിന്നെ ദക്ഷിണേന്ത്യയിലെ ഏക ഗിരിവർഗ കലാപവും എന്നിങ്ങനെ അറിയപ്പെടുന്നത് 1812 നടന്ന കുറിച്യർ ലഹളയാണ് എന്നാണ് പറയുന്നത്. വയനാട്ടിലെ ആദിവാസി ഗോത്ര വിഭാഗമായിരുന്നു കുറിച്യർ എന്ന് പറയുന്ന വിഭാഗം. ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ സാധാരണ ജനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ കലാപമായിരുന്നു ഇത് എന്നും പറയുന്നുണ്ട്. ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ സാധാരണ ജനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ കലാപമായിരുന്നു കുറിച്യർ ലഹള എന്ന് പറയുന്നു 1812. പഴശ്ശിരാജയുടെ സൈന്യത്തിൽ പ്രധാനമായും വയനാട്ടിലെ കുറിച്യരും കുറുമ്പരും ഉൾപ്പെട്ടിരുന്നതിനാൽ ബ്രിട്ടീഷുകാർ അവരെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു. കുറിച്യർ അടിമ ജോലി ചെയ്യാൻ നിർബന്ധിതരാവുകയും ചെയ്തു. പഴശ്ശിരാജയുടെ സൈന്യത്തിൽ ആരായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്? കുറിച്യരും കുറുമ്പരും എന്നീ വിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവരെ ബ്രിട്ടീഷുകാർ നിരന്തരം എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. കുറിച്യര് എന്ത് ജോലി ചെയ്യേണ്ടി വന്നിരുന്നു? അടിമ ജോലി ചെയ്യേണ്ടി വന്നിരുന്നു. നികുതി പണമായി മാത്രമേ സ്വീകരിക്കാവൂ എന്ന് ബ്രിട്ടീഷുകാർ ശഠിച്ചത് കുറിച്യരെ കലാപത്തിലേക്ക് നയിച്ചു. നികുതി പണമായിട്ട് മാത്രമേ സ്വീകരിക്കാവൂ എന്ന് ബ്രിട്ടീഷുകാർ ശഠിച്ചത് കുറിച്യരെ കലാപത്തിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ തോമസ് വാർഡൻ ആണ്. ആരാണ്? തോമസ് വാർഡൻ ആണ്. കുറിച്യ കലാപത്തിൽ പങ്കെടുത്ത ആദിവാസി വിഭാഗങ്ങളാണ് കുറിച്യരും കുറുവരും. ആരൊക്കെ? കുറിച്യരും കുറുവരുമാണ് കുറിച്യർ കലാപത്തിൽ പങ്കെടുത്ത വിഭാഗങ്ങൾ, ആദിവാസി വിഭാഗങ്ങൾ. ഓക്കെ അല്ലേ? ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി കുറിച്യരും കുറുമ്പരും തമ്മിൽ രാമനമ്പിയുടെ നേതൃത്വത്തിൽ 1812 മാർച്ചിൽ കലാപം തുടങ്ങി അല്ലെ? അപ്പൊ നമുക്കറിയാം രാമനമ്പിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ കുറിച്യർ കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം രാമനമ്പിയാണ്. കുറിച്യ കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ്? രാമനമ്പിയാണ്. കുറിച്യർ കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് രാമനമ്പിയാണ്. ഓക്കെ അല്ലേ? അതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതായത് ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ തൊപ്പി എന്ന് പറയുന്നത് ഒരു വട്ടത്തൊപ്പി പോലത്തെ ഒരു വട്ടത്തൊപ്പിയായിരുന്നു അല്ലെ? ആ ഒരു തൊപ്പിയുടെ പേരിലാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു ഈ കലാപകാരികളുടെ ലക്ഷ്യം എന്നാണ് ബ്രിട്ടീഷ് സബ് കളക്ടർ ആയിരുന്ന തോമസ് ഹാർവേ ബാബർ, TH ബാബർ പരാമർശിക്കുന്നത്. തോമസ് ഹാർവേ ബാബർ, നമ്മളത് പഴശ്ശി കലാപവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചതാണ് തോമസ് ഹാർവേ ബാബറിനെ കുറിച്ച്. അമ്പും വില്ലും ഉപയോഗിച്ചാണ് ഇവർ കമ്പനി സൈന്യത്തെ നേരിട്ടത്. അമ്പും വില്ലും ഉപയോഗിച്ചാണ് നേരിട്ടത്. പിന്നെ പ്ലാക്ക ചന്തു, ആയിരവീട്ടിൽ കോന്തപ്പൻ, വെൺകലോൻ കേളു എന്നിവരാണ് പോരാട്ട
പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ആരൊക്കെയാ? പ്ലാക്ക ചന്തു, ആയിരവീട്ടിൽ കോന്തപ്പൻ, വെൺകലോൻ കേളു എന്നിവരാണ് കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത്. ആദ്യം കമ്പനി സൈന്യത്തിന് വൻ തിരിച്ചടികൾ നേരിട്ടുവെങ്കിലും മൈസൂരിൽ നിന്ന് കൂടുതൽ സൈന്യം എത്തുകയും 1812 മെയ് 8 വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തുകയും ചെയ്തു. അപ്പം 1812 കലാപം ആരംഭിച്ചത്. 1812 മാർച്ചിൽ ആരംഭിച്ചു. 1812 മെയ് 8 വിപ്ലവം എന്ത് ചെയ്തു? ബ്രിട്ടീഷ് സൈന്യം അടിച്ചമർത്തുകയാണ് ചെയ്തത്. അടിച്ചമർത്താൻ ബ്രിട്ടീഷ് സൈന്യത്തിന് കൂടുതൽ സഹായം കിട്ടി. എവിടുന്ന് കിട്ടി? മൈസൂരിൽ നിന്ന് കൂടുതൽ സൈന്യം എത്തി എന്നുള്ളതാണ് പറയുന്നത്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നു എങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരായിരുന്നു? തലശ്ശേരിയിൽ സബ് കളക്ടർ ആയിരുന്ന TH ബേബർ ആയിരുന്നു. ആരായിരുന്നു? TH ബേബർ ആയിരുന്നു. എന്താ പറയുന്നത്? ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നു എന്നുണ്ടെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് TH ബേബർ ആണ്. ആരാണ്? TH ബേബർ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ലഹള ഏതാണ്? അടുത്ത ലഹളയിലോട്ട് പോകുന്നു. ചാന്നാർ ലഹള. ചാന്നാർ ലഹള 1822 1859 കാലഘട്ടങ്ങളിൽ നടന്നതാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് 1859 നടന്ന ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള അല്ലെ? വൈകുണ്ഠസ്വാമികളാണ് ആദ്യകാലത്ത് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. വൈകുണ്ഠസ്വാമികളാണ് ആദ്യകാലത്ത് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. അതായത് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഉന്നത വിഭാഗങ്ങളിലെ സ്ത്രീകളെ പോലെ മാന്യമായി വസ്ത്രധാരണം ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ വിഭാഗത്തിലെ ജനങ്ങൾ സംഘടിതമായി നടത്തിയ പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള എന്ന് അറിയപ്പെടുന്നത്. വസ്ത്രധാരണത്തിന് വേണ്ടിയുള്ളതായതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്? സാമൂഹിക പ്രക്ഷോഭം എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലെ? ഇതിനെ നമ്മൾ മേൽമുണ്ട് സമരം എന്നും അറിയപ്പെടുന്നു. മേൽമുണ്ട് സമരം എന്നും ചാന്നാർ ലഹളയെ വിളിക്കാറുണ്ട്. ഓക്കെ അല്ലെ? ഒന്നാം ചാന്നാർ ലഹള നടന്ന വർഷം 1822 ഒന്നാം ചാന്നാർ ലഹള നടന്ന വർഷം 1822 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 1859 ഫെബ്രുവരിയിൽ ചാന്നാർ ലഹള സർക്കാർ അടിച്ചമർത്തുകയാണ് ചെയ്തത്. 1859 ഫെബ്രുവരിയിൽ ചാന്നാർ ലഹള സർക്കാർ അടിച്ചമർത്തുകയാണ് ചെയ്തത്. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ബ്രിട്ടീഷുകാരുടെയും മിഷണറിമാരുടെയും സമ്മർദ്ദത്തെ തുടർന്ന് 1859 ജൂലൈ 26 ക്രിസ്തു മതത്തിൽ ചേർന്ന ചാന്നാർ സ്ത്രീകളെ പോലെ എല്ലാ മതത്തിലുമുള്ള ചാന്നാർ സ്ത്രീകൾക്കും മാറുമറയ്ക്കാൻ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ അനുവാദം നൽകി. ആരാണ് അനുവാദം നൽകിയത്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് എന്താണ് എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത്. ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ് നൽകിയത് എന്ന് ചോദിച്ചാൽ 1859 ജൂലൈ 26 ഓക്കെ അല്ലേ? 1822 മുതൽ 1859 വരെയുള്ള 3 പതിറ്റാണ്ട് കാലം പല ഘട്ടങ്ങളിലായി പലതരത്തിൽ 1859 രാജവിളംബരം വരുന്നത് വരെ ഈ ലഹള നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. 1822 മുതൽ 1859 വരെയുള്ള രാജവിളംബരം വരുന്നത് വരെ ഈ ലഹള നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്തത് ഏതാണ്? അടുത്തത് പ്രക്ഷോഭങ്ങളിൽ ഒന്ന് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നു. ആ മലയാളി മെമ്മോറിയൽ ഒരു രേഖയൊക്കെയാണ് മലയാളി മെമ്മോറിയൽ കേട്ടോ. നമുക്ക് നോക്കാം. മലയാളി മെമ്മോറിയൽ നടന്ന വർഷം 1891 ഇതിന്റെ കാരണം എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ ഉയർന്ന സർക്കാർ ഉദ്യോഗങ്ങളിൽ നിന്നും വിദ്യാസമ്പന്നരായ നാട്ടുകാരെ ഒഴിച്ചു നിർത്തി വിദേശീയരെ നിയമിക്കുന്നതിനെതിരെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിക്കപ്പെട്ട ഭീമ ഹർജിയാണ് മലയാളി മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്. ഒരു ഹർജിയായിരുന്നു, ഒരു കൂട്ടം ആൾക്കാർ എഴുതി തയ്യാറാക്കിയ ഹർജിയാണ് മലയാളി മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്. എന്തിനായിരുന്നു? തിരുവിതാംകൂറിലെ ഉയർന്ന സർക്കാർ ഉദ്യോഗങ്ങളിൽ നിന്നും വിദ്യാസമ്പന്നരായ നാട്ടുകാരെ ഒഴിച്ചു നിർത്തി വിദേശീയരെ നിയമിക്കുന്നതിനെതിരെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിക്കപ്പെട്ട ഭീമ ഹർജിയാണ് മലയാളി മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൽ തന്നെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ആവശ്യത്തിനുള്ളപ്പോൾ പുറത്തുനിന്നുള്ളവരെ നിയമിക്കുന്ന സർക്കാർ നയത്തിനോട് നാട്ടിലെ വിദ്യാസമ്പന്നർക്ക് എന്തുണ്ടായി? എതിർപ്പുണ്ടായി. ഉദ്യോഗ നിയമനങ്ങളിൽ നാട്ടുകാർക്ക് ജാതി മത പരിഗണനകളില്ലാതെ മുൻഗണന നൽകണമെന്നും നിയമനങ്ങളിൽ ആനുപാതിക പ്രാതിനിധ്യം വേണമെന്നുമായിരുന്നു മലയാളി മെമ്മോറിയലിലെ മുഖ്യ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയം
അത് മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ആശയത്തിന്റെ ഉപജ്ഞാതാവായ ജി പരമേശ്വരൻ പിള്ള എന്ന ബാരിസ്റ്റർ GP പിള്ള സർക്കാർ നയത്തിനെതിരെ മദ്രാസ് മെയിൽ, മദ്രാസ് സ്റ്റാൻഡേർഡ് എന്നീ പത്രങ്ങളിലൂടെ എന്ത് ചെയ്തു? ശക്തമായിട്ട് പ്രതികരിക്കുകയാണ് ഉണ്ടായത്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയം എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ബാരിസ്റ്റർ GP പിള്ളയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ബാരിസ്റ്റർ GP പിള്ളയും KP ശങ്കരമേനോനും മലയാളി സമാജവും ചേർന്ന് ഒരു ഭീമഹർജി തയ്യാറാക്കി. ഇംഗ്ലീഷും മലയാളത്തിലും തയ്യാറാക്കി അച്ചടിച്ച ഹർജിയിൽ നാനാജാതി മതസ്ഥരായ 10,028 പേര് ഒപ്പിട്ടു. 10,028 പേരാണ് ഏതിലൊപ്പിട്ടത്? മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? 1891 ജനുവരി 1-ാം തീയതി KP ശങ്കരമേനോന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘം മലയാളി മെമ്മോറിയൽ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ഹർജി ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിക്കുകയാണ് ഉണ്ടായത്. അതായത് 1891 ജനുവരി 1-ാം തീയതി KP കേശവമേനോന്റെ നേതൃത്വത്തിൽ ഒരു സംഘം മലയാളി മെമ്മോറിയൽ ആർക്ക് സമർപ്പിച്ചു? ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ അല്ലേ? മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയ സാഹിത്യകാരൻ CV രാമൻപിള്ളയാണ് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത്. എത്ര പേരാണ് ഒപ്പിട്ടത് എന്ന് ചോദിച്ചാൽ 10,028 പേരാണ് ഒപ്പിട്ടത്. ഓക്കെ, മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവെച്ച നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ KP ശങ്കരമേനോനാണ്. ആരാണ്? KP ശങ്കരമേനോനാണ്. ഓക്കെ അല്ലേ? മലയാളി മെമ്മോറിയലിൽ രണ്ടാമതായി ഒപ്പുവെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ബാരിസ്റ്റർ GP പിള്ളയും മൂന്നാമതായിട്ട് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുമായിരുന്നു എന്നാണ് പറയുന്നത്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് T രാമറാവു ആണ്. T രാമറാവു ആണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നത്. മലയാളി മെമ്മോറിയലിന്റെ പ്രധാന വേദി എന്നറിയപ്പെടുന്നത് കോട്ടയം പബ്ലിക് ലൈബ്രറിയാണ് മലയാളി മെമ്മോറിയലിന്റെ പ്രധാന വേദി. കോട്ടയം പബ്ലിക് ലൈബ്രറിയാണ്. മലയാളി മെമ്മോറിയലിന്റെ നിയമ ഉപദേശം നൽകിയ വ്യക്തി എഡ്ലി നോർട്ടർ ആണ്. മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ വിദേശി എഡ്ലി നോർട്ടർ ആണ്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് CV രാമൻപിള്ള രചിച്ച പുസ്തകമാണ് വിദേശീയ മേധാവിത്വം. വിദേശീയ മേധാവിത്വം എന്ന പുസ്തകം രചിച്ചത് CV രാമൻപിള്ളയാണ്. ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് രചിച്ചതെന്ന് ചോദിച്ചാൽ മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട് രചിച്ചതാണ്. ഓക്കെ അല്ലേ? മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയത് മിതഭാഷി പത്രത്തിലാണ്. എവിടെയാണ്? മിതഭാഷി പത്രത്തിലാണ്. ഗാന്ധിജിക്ക് മാർഗനിർദ്ദേശിയായ മലയാളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ ബാരിസ്റ്റർ GP പിള്ളയാണ്. ഗാന്ധിജിക്ക് മാർഗദർശിയായ മലയാളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ് എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്ന കാര്യം, തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ്, തിരുവിതാംകൂറിലെ വന്ധ്യവയോധികൻ, ഒന്നാമത്തെ കോൺഗ്രസ്സുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന മലയാളി എന്നിങ്ങനെയെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ള ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അടുത്ത മെമ്മോറിയൽ ഏതാണ്? എതിർ മെമ്മോറിയൽ. അതും നടന്നത് 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതിന് എതിരെ ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ, തമിഴ് ബ്രാഹ്മണർ തുടങ്ങിയ വിഭാഗത്തിലുള്ളവർ ചേർന്ന് ഒപ്പുവെച്ച ഒരു മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് തന്നെ സമർപ്പിച്ചു. അത് നമ്മൾ പറയുന്ന പേര് എതിർ മെമ്മോറിയൽ എന്നാണ് പറയുന്നത്. ഹിന്ദു മലയാളികളും ക്രൈസ്തവ മലയാളികളും തമിഴ് ബ്രാഹ്മണരും തുടങ്ങിയവർ ചേർന്ന് ഒപ്പുവെച്ച മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാൾ സമർപ്പിച്ചു. പറയുന്ന പേരെന്താണ്? എതിർ മെമ്മോറിയൽ എന്നാണ് പറയുന്നത്. എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ്. എന്നാണ് സമർപ്പിച്ചത് എന്ന് ചോദിച്ചാൽ 1891 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട ദിവസം 1891 ജൂൺ 3 എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത്. എതിർ മെമ്മോറിയലിന്റെ പ്രധാന നേതാക്കൾ E രാമയ്യറും രാമനാഥൻ റാവുവായിരുന്നു എതിർ മെമ്മോറിയലിന്റെ പ്രധാന നേതാക്കളായിട്ട് അറിയപ്പെട്ടത്. അടുത്ത മെമ്മോറിയൽ ഏതാണ്? 1896 നടന്ന ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നു. മലയാളി മെമ്മോറിയൽ നിവേദനവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ഡോക്ടർ പൽപ്പു മലയാളി മെമ്മോറിയലിന്റെ പ്രയോജനം സവർണർക്കാണ് ലഭിക്കുക എന്ന് മനസ്സിലാക്കി 13,176 ഈഴവരുടെ ഒപ്പുകൾ ശേഖരിച്ച് 1896 സെപ്റ്റംബർ 3 മറ്റൊരു ഭീമഹർജി സമർപ്പിച്ചു. ഇതിനെ നമ്മൾ ഈഴവ മെമ്മോറിയൽ എന്നാണ് അഭിപ്രായപ്പെട്ടത്. അതായത് മലയാളി മെമ്മോറിയലിൽ ഉണ്ടായിരുന്ന ഡോക്ടർ പൽപ്പു മലയാളി മെമ്മോറിയലിന്റെ പ്രയോജനം സവർണർക്ക് മാത്രമാണ് ലഭിക്കുക എന്ന് മനസ്സിലാക്കിയിട്ട്
13,176 ഈഴവരുടെ ഒപ്പുകൾ ശേഖരിച്ചിട്ട് 1896 സെപ്റ്റംബർ 3 ഒരു ഭീമഹർജി സമർപ്പിച്ചു. ഇതിനെ നമ്മൾ ഈഴവ മെമ്മോറിയൽ എന്നാണ് പറയപ്പെടുന്നത്. സർക്കാർ സ്കൂളുകളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും ഈഴവർക്കും മറ്റ് താഴ്ന്ന ജാതിക്കാർക്കുമുള്ള പ്രവേശനമായിരുന്നു മുഖ്യ ആവശ്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദിവാൻ, ആ സമയത്തെ ദിവാൻ ശങ്കര സുബ്ബരയ്യർ ഹർജിയിലെ ആവശ്യങ്ങൾ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇതിൽ നിരാശരായ ഈഴവർ 1900 തിരുവിതാംകൂർ സന്ദർശിച്ച കഴ്സൺ പ്രഭുവിന് മറ്റൊരു മെമ്മോറിയൽ സമർപ്പിച്ചു. ഇതിൽ നമ്മൾ പറയുന്ന പേര് രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നാണ് പറയുന്നത്. എന്താണ്? 1896 സമർപ്പിച്ച ഒന്നാം ഈഴവ മെമ്മോറിയൽ തള്ളിക്കളഞ്ഞതിനെ തുടർന്ന് 1900 രണ്ടാമതൊരു ഈഴവ മെമ്മോറിയൽ കഴ്സൺ പ്രഭുവിന് സമർപ്പിച്ചു. അത് നമ്മൾ പറയുന്ന പേര് 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലെ? നാട്ടുരാജ്യങ്ങളിലെ ഭരണപരമായ ചെറിയ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് കഴ്സൺ പ്രഭു അത് എന്ത് ചെയ്തു? തള്ളിക്കളയുകയാണ് ചെയ്തത്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ 3 മെമ്മോറിയലുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഒന്നാമത്തെ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിലെ ഒന്നാമത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. ബൈ.